നമസ്കാരം. നമ്മൾ ബുദ്ധിയെക്കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്നിട്ടുള്ള സിദ്ധാന്തങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബുദ്ധിയെക്കുറിച്ച് നിലവിൽ വന്ന സിദ്ധാന്തങ്ങളെല്ലാം ബുദ്ധിയുടെ ഘടനയെക്കുറിച്ചാണ് സംസാരിച്ചത്. ബുദ്ധിയുടെ ഘടന, സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരിക്കും. നമ്മൾ ഏകഘടക സിദ്ധാന്തവും ദ്വിഘടക സിദ്ധാന്തവും ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നോക്കാം ബഹുഘടക സിദ്ധാന്തം, ബുദ്ധിയുടെ ബഹുഘടക സിദ്ധാന്തം. ഈ സിദ്ധാന്ത പ്രകാരം എന്താണ് ബുദ്ധി എന്ന് പറയുന്നതിന് മുമ്പേ ഈ ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്ക് ആയിരുന്നു. ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് തോണ്ടേക്ക് ആയിരുന്നു. ഓക്കെ, വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് എന്ന് നമ്മളോട് ബുദ്ധി എന്ന് നമ്മളോട് ബഹുഘടക സിദ്ധാന്തം പറയുന്നു. അപ്പോ ഏകഘടക സിദ്ധാന്തം പറയുന്നത് ഒറ്റ ഒരു ഘടകം മാത്രമാണ് ബുദ്ധിക്കുള്ളത്. എന്നാൽ ദ്വിഘടകം പറയുമായിരുന്നു രണ്ടെണ്ണം ഉണ്ട്, എസ് ഘടകവും ജി ഘടകവും ഒക്കെ ഉണ്ട്. എന്നാൽ ബഹുഘടക സിദ്ധാന്തം തോണ്ടേക്കിന്റെ കുറെ വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഇനി എന്തായിരുന്നു സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ഇതും ബുദ്ധിയെക്കുറിച്ചുള്ള സിദ്ധാന്തം തന്നെയാണ്. ഉപജ്ഞാതാവ് തൈസ്റ്റൺ. അപ്പോ ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തോണ്ടേക്ക്. സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? തൈസ്റ്റൺ. ഗ്രൂപ്പ് ഫാക്ടർ തിയറി അഥവാ സംഘഘടക സിദ്ധാന്തം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ജി ഘടകത്തെ കുറിച്ച്, ജനറൽ ഫാക്ടറിനെ കുറിച്ച്, ജി ഫാക്ടറിനെ കുറിച്ച്. ഈ ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് സംഘഘടക സിദ്ധാന്തം. അതായത് ബുദ്ധിയുടെ ജി ഘടകത്തെ കുറിച്ചിട്ട് ദ്വിഘടക സിദ്ധാന്തം പറയുന്നുണ്ടല്ലോ. അതായത് ജി ഘടകം ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഘടകം, എല്ലാ പ്രവർത്തനങ്ങളിലും അന്തർഭവിച്ചിട്ടുള്ള ഘടകം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ ആ ജിയുടെ സ്ഥാനത്ത്, ആ ജി ഘടകത്തിന്റെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ കാണിച്ചിട്ട് പ്രതിഷ്ഠിച്ചിട്ട് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഇത് തൈസ്റ്റണിന്റെ സംഘഘടക സിദ്ധാന്തം. ഏതൊക്കെയാണ് തൈസ്റ്റണിന്റെ ആ പ്രാഥമിക ഘടകങ്ങള്? ഒന്ന്, ദർശക ഘടകം, വിഷ്വൽ ഫാക്ടർ. ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നല്ലേ. ദർശക ഘടകം, വിഷ്വൽ ഫാക്ടർ. ഇന്ദ്രിയാനുഭൂതി ഘടകം, നമുക്ക് ഉണ്ടാവുന്ന ഫീലിങ്സ്, ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ്, പെർസെപ്ഷൻ ഫാക്ടർ. ഭാഷാധാരണ ഘടകം, വെർബൽ കോംപ്രഹെൻഷൻ ഫാക്ടർ. ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ഘടകമാണെന്ന് പറയാമല്ലോ. സംഖ്യാഘടകം, ന്യൂമറിക്കൽ ഫാക്ടർ. സ്മരണാ ഘടകം, മെമ്മറി ഫാക്ടർ. പദസ്വാധീന ഘടകം, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ. തത്വാനുമാന യുക്തി ചിന്തന ഘടകം, ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ. അനലൈസ് ചെയ്യാനൊക്കെയുള്ള കഴിവില്ലേ. തത്വ സമർത്ഥന യുക്തി ചിന്തന ഘടകം, ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ. ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ്. പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഫാക്ടർ. ഇതൊക്കെ എന്താണ്? തൈസ്റ്റണിന്റെ പ്രാഥമിക ഘടകങ്ങളാണ്. എന്താണ് ഈ പ്രാഥമിക ഘടകങ്ങളായിട്ട് തൈസ്റ്റൺ പറയുന്നത്? അദ്ദേഹത്തിന്റെ സംഘഘടക സിദ്ധാന്തത്തിലൂടെ പറയാണ്, ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടെന്ന് അനുശാസിക്കുന്നു. ഏത് സിദ്ധാന്തം? തൈസ്റ്റണിന്റെ സംഘഘടക സിദ്ധാന്തം. അപ്പൊ നമ്മൾ പറഞ്ഞു ബഹുഘടക സിദ്ധാന്തം തോണ്ടൈക്ക്, വിവിധ പ്രവർത്തനങ്ങളിൽ അന്തർഭവിച്ചിട്ടുള്ള നിരവധി പ്രത്യേക ശേഷികളുടെ ആകെത്തുകയാണ് ബുദ്ധി എന്ന് അദ്ദേഹം ബുദ്ധിയുടെ ഘടനയെ കുറിച്ച് പറയുന്നു. എന്നാൽ തൈസ്റ്റണിന്റെ സംഘഘടക സിദ്ധാന്തം എന്താ പറയുന്നത്? ജിയുടെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ച് മാനവശേഷിയുള്ള നിരവധി സംഘങ്ങൾ ഉണ്ടെന്ന് അനുശാസിക്കുന്ന സിദ്ധാന്തമാണ് ഏതാ? തൈസ്റ്റണിന്റെ സംഘഘടക സിദ്ധാന്തം. ഏതൊക്കെയാണ് തൈസ്റ്റണിന്റെ പ്രാഥമിക ഘടകങ്ങൾ? ദർശക ഘടകം, വിഷ്വൽ ഫാക്ടർ. ഇന്ദ്രിയാനുഭൂതി ഘടകം, പെർസെപ്ഷൻ ഫാക്ടർ. ഭാഷാധാരണ ഘടകം, വെർബൽ കോംപ്രഹെൻഷൻ ഫാക്ടർ. സംഖ്യാ ഘടകം, ന്യൂമറിക്കൽ ഫാക്ടർ. സ്മരണാ ഘടകം, മെമ്മറി ഫാക്ടർ. പദസ്വാധീന ഘടകം, വേർഡ് ഫ്ലുവൻസി ഫാക്ടർ. തത്വാനുമാന യുക്തി ചിന്തന ഘടകം, ഇൻഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ. തത്വ സമർത്ഥന യുക്തി ചിന്തന ഘടകം, ഡിഡക്റ്റീവ് റീസണിംഗ് ഫാക്ടർ. പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം, പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഫാക്ടർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക് യു.